സ്വഭാവമാണ്. പിന്നെ അങ്ങനെയുള്ള ചാട സ്വഭാവം അങ്ങനെയൊന്നും. നമസ്കാരം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ജിസ്മോളുടെ വീട്ടിലാണ്. ഒരു കുഴപ്പമില്ല, നല്ല സ്വഭാവമാണ്. പിന്നെ അങ്ങനെയുള്ള ചാട സ്വഭാവം അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് എന്നാ അറിയത്തില്ലേ. ജിസ്മോളുടെ കാര്യയോടാണ് ഞങ്ങളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത്. ആ വീട്ടിലെ എല്ലാം തൂത്ത് തുടയ്ക്കുകയാണ്. ഇന്ന് അവർ 10 മണിക്ക് അവിടെ എത്തിച്ചേരും. 10 മണിക്ക് എറണാകുളത്ത് എത്തുകയും അവിടുന്ന് ഒരു ഉച്ചയോടുകൂടി പാലായിൽ എത്തിച്ചേരും എന്നാണ് അറിയുന്നത്, എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏത് പള്ളിയിലാണ് ബോഡി അടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിരുന്നു. അവരുടെ പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് അത്തരം കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് പേഴ്സണലായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഇടുന്നില്ല. പക്ഷേ അവിടുന്ന് അയൽവക്കക്കാരുമൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അവർ വീട്ടിലെത്തും. അതോടുകൂടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി നൽകും. അതായത് ഇന്നലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുതുകിൽ പുറത്ത് 3 മുറിവുള്ളതായിട്ടും കയ്യിൽ പൊള്ളലേറ്റതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭർത്തൃപീഡനം നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ആശങ്കകൾ അവർക്കുണ്ട്. അതായത് ബന്ധുക്കൾ തന്നെ ഒന്നും തന്നെ തുറന്ന് പറയാൻ ഇപ്പം തയ്യാറാകുന്നില്ല. അവർക്ക് പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴി ഗാർഹിക പീഡനത്തിൻ്റെ സാധ്യത തന്നെയാണ്. എന്തായാലും മരണത്തിന് മുമ്പ് അച്ഛനെ ഫോൺ ചെയ്ത് ഞാനും കുട്ടികളും പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത്. അയൽവക്കത്തുനിന്നും ഒക്കെ ആയിട്ട് ഇവിടുന്നൊക്കെ കിട്ടുന്ന അറിവ് അനുസരിച്ചിട്ട് അവർ സഹോദരനും പിതാവും വന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവർക്ക് കൃത്യമായ മൊഴി കൊടുക്കുകയും ചെയ്യും. അതായാലും ഫോൺ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ അതിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഏറ്റുമാനൂർ CIയുമായിട്ട് സംസാരിച്ചിരുന്നു. ഇതിനുവേണ്ടി പോയിരിക്കുകയാണ്. അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു ആത്മഹത്യാക്കുറിപ്പും എഴുതി വെച്ചിരുന്നില്ല എന്ന് പറയുന്നതിന് കുടുംബം നിഷേധിക്കുകയാണ്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടാകുമെന്നോ ഒക്കെയാണ് ബന്ധുക്കളുടെയൊക്കെ നിലപാട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നതോടുകൂടിയായിരിക്കും കൂടുതൽ കൃത്യം ആകുന്നത്. ഏറ്റവും വലിയ ദുരൂഹതയായിട്ട് ഉള്ളത് ഒരു വീട്ടിൽ അമ്മയില്ലാത്ത ഒരു കുട്ടിയുടെ മരണം, അതാണ് ബന്ധുക്കളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. അവർക്ക് താങ്ങും തണലും ആക്കേണ്ട ഒരു കുടുംബം യാതൊരു വിധമായ അവർക്ക് പരിഗണനയും കൊടുത്തില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും കുട്ടികൾക്ക് ഹാർപ്പിക്ക് കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. അത് തന്നെ ഛർദ്ദിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു ആത്മഹത്യാ പ്രവണത അവളിൽ ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും അവളെ ഒറ്റയ്ക്കാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവർ വേണ്ടത്ര ശ്രദ്ധ, ഒരു ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളിനെ സംബന്ധിച്ച് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. അതേ പരാതികളായിരിക്കും ഇന്ന് തീർച്ചയായിട്ടും ഉന്നയിക്കുന്നത്. ഏതായാലും വീട്ടിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീക്ക് പറയാവുന്നതിൻ്റെ പരിമിതികളാണ് പറഞ്ഞത്. അവർ ക്യാമറയ്ക്ക് മുന്നിൽ ശേഷമാണ് ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് പുറത്ത് പറയാൻ കഴിയില്ല. ഏതായാലും ആശങ്കകൾ പോലീസിനെ അറിയിക്കുകയും അതോടുകൂടി കേസിൻ്റെ അന്വേഷണം ഊർജിതമാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടും വൈസ് പ്രസിഡൻറ്റുമായിട്ടും ഒക്കെ സംസാരിച്ച വീഡിയോകൾ ഞങ്ങൾ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ശക്തമായ അന്വേഷണം വേണം എന്ന രീതിയിൽ തന്നെയാണ് മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് രഞ്ജിത്തും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റും അതേപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് പറഞ്ഞത്. അവർക്ക് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് പറഞ്ഞത്. ആത്മഹത്യയാണെന്ന് സമ്മതിക്കാൻ പോലും അവർ ആദ്യം തയ്യാറായിരുന്നില്ല. അത്രയ്ക്ക് ദുരൂഹത ഇതിനകത്തുണ്ട്. ഒരു കാരണവശാലും ജിസ്മോൾ ആത്മഹത്യ ചെയ്യില്ല എന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. ഏതായാലും ആത്മഹത്യയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ ജലം കയറിയതാണ് മരണകാരണമെന്ന് വെളിവായിട്ടുണ്ട്. ഏതായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.